മലയാളം ബിഗ് ബോസ് സീസൺ 7 ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ പൊരിഞ്ഞ അടി തന്നെയാണ് നടന്നുകൊണ്ടിരുന്നത്. ഫുഡ് വിളമ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അനുമോള് അത് നിർത്തിയിട്ട് ദേഷ്യം പിടിച്ചിട്ട് അവിടെ നിന്ന് പോയി പൊട്ടിക്കരയാണ്. തനിക്കിന്ന് ഫുഡ് പോലും വേണ്ട എന്ന് പറയുന്നുണ്ട്. കാരണം എന്ന് പറയുന്നത് കിച്ചൺ ടീമായ അനുമോളുണ്ട്, അനീഷേട്ടനുണ്ട്, അക്ബറുണ്ട്. അനുമോളും അക്ബർക്കെയാണ് ഫുഡ് വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് അനുമോൾ ഫുഡ് വിളമ്പുന്ന സമയത്ത് ഇന്ന് നമ്മുടെ ദിയാസനെയും അതേപോലെ തന്നെ ജാസ്മിനും കൊണ്ടുവന്ന ഫുഡാണ് ഇവർ രാത്രി കഴിക്കുന്നത്. അതായത് നെയ്ച്ചോറുണ്ട്, മട്ടനുണ്ട്. ആ സമയത്ത് ആര്യന് ഓരോ പീസുകൾ, ചെറിയ പീസാണ് വലിയ പീസാണെന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്ചേഞ്ച് ചെയ്തെടുക്കുന്നുണ്ട്. അത് ഷാനവാസ് ആദ്യം മാറ്റിയിട്ട് വേറൊരു പീസ് എടുത്ത് ഇടുന്നുണ്ട്. ആ സമയത്ത് അനുമോൾ പറയുന്നുണ്ട്, കൈയിട്ട് ഇങ്ങനെ ഭക്ഷണത്തിനകത്ത് കാണിക്കുന്നത് വളരെ മോശമാണ്, ഞങ്ങളിവിടെ വിളമ്പി തരാനല്ല നിൽക്കുന്നത്, ഞങ്ങൾ വിളമ്പി തരും എന്ന് പറയുന്നുണ്ട്. നീ വലിയ പീസ് ഇടുന്ന് ഷാനവാസ് പറയുന്നുണ്ട്. അപ്പോഴേക്കും ആര്യൻ അവിടെ നിന്ന് വേറൊരു പീസ് എടുത്ത് മാറ്റിയിട്ട് അവിടെ നിന്ന് ഓടുന്നുണ്ട്. അതിൻ്റെ പുറകെ തന്നെ ഷാനവാസും വേറൊരു പീസ് എടുക്കുന്ന സമയത്ത്, മാറ്റി പീസ് എടുത്ത് ഇടുന്ന സമയത്ത് നമ്മുടെ അനുമോൾ അവിടുന്ന് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കാണിക്ക്, ഈ ഫുഡിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കിടന്ന് ആക്രാന്തം കാണിക്കുന്നത്, അതും ഈ ഫുഡ് നന്നായി കഴിക്കുന്ന ആൾക്കാരാണ് ഇങ്ങനത്തെ ആക്രാന്തം കാണിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വന്നിട്ട് നമ്മുടെ അനുമോൾ അവിടുന്ന് കരഞ്ഞുകൊണ്ട് പോവുകയാണ് കിച്ചണിൽ നിന്ന്. ഇനി ഞാൻ ഒന്നും ചെയ്യില്ല, ഞാൻ ഫുഡൊന്നും വിളമ്പില്ല, ആരാന്ന് വെച്ചാൽ എന്താ വെച്ചാൽ ചെയ്യുന്നു പറയുന്നുണ്ട്. അനീഷിനോട് ആദ്യം തന്നെ നമ്മുടെ ഷാനവാസൊക്കെ വന്ന് പറയുന്നുണ്ട്, എല്ലാ പാത്രവും നിരത്തി വെച്ചിട്ട് എല്ലാവർക്കും ഈക്വലായിട്ട് തന്നെ വിളമ്പണമെന്ന്. അപ്പോൾ അനീഷ് ചേട്ടൻ ഷാനവാസൊക്കെ പറയുന്നൊന്നും അങ്ങനെ കേൾക്കുന്നൊന്നുമില്ല. അവിടെ അനുമോൾ ചെയ്യുന്നുണ്ടല്ലോ, അക്ബറും ചെയ്യുന്നുണ്ടല്ലോ എന്നാണ് നമ്മുടെ അനീഷേട്ടൻ പറഞ്ഞത്. ആ സമയത്ത് എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ടേബിളിലിരുന്ന് അനുമോൾ അവിടെ നിന്ന് കരയുന്നുണ്ട്. ആദില, അവരൊക്കെ ഫുഡ് കഴിക്കുന്നുണ്ട്. ബിന്നി വന്ന് വിളിക്കുന്നുണ്ട്. പക്ഷെ അനുമോൾ പോകുന്നില്ല. അനുമോളെ കുറ്റം പറയാൻ നീ ആരടാ? അനുമോൾ ചെയ്തത് എന്ത് തെറ്റാ നീ കണ്ടേന്ന്? അനുമോളുടെ ഇടയ്ക്ക് ഇവരുടെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നടന്ന സംഭവത്തെക്കുറിച്ചല്ല, ഇന്നലെ നടന്ന സംഭവത്തെക്കുറിച്ചായിരിക്കും ഇവർ സംസാരിക്കുന്നത്. ഷാനവാസ് പറയുന്നുണ്ട് അനുമോളുടെ മുമ്പിൽ പോയിട്ട് കെഞ്ചിയാലാണ് അനുമോൾ ഫുഡ് തരുള്ളൂ എന്ന്. അപ്പോൾ ബിന്നി അതേപോലെ തന്നെ നമ്മുടെ അനീഷേട്ടൻ, ഒനീൽ അവരൊക്കെ എതിർക്കുന്നുണ്ട്. ഇല്ല, അനുമോൾ കിച്ചണിൽ നിൽക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് ഫുഡ് തരാൻ പറ്റത്തുള്ളൂ, ഇത് നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന റേഷനാണ്, അതുകൊണ്ടാണ് അങ്ങനെ തരുന്നതെന്ന് പറയുന്നത്. അല്ലാതെ ഇവിടെ ആരും തിരിച്ചുവേദം കാണിച്ചിട്ടല്ല. അനുമോൾ തിരിച്ചുവേദം കാണിക്കുന്നുണ്ട്. ഷാനവാസ് പറയുന്നുണ്ട്, നിനക്ക് എന്ത് യോഗ്യത ഉണ്ടായിട്ടാണ് നീ അനുമോളെ കുറ്റം പറയുന്നത്? നീയാണ് തെറ്റ് ചെയ്തത്, നീയാണ് അവിടെ തെറ്റ് ചെയ്തത്. അക്ബറൊക്കെ അനീഷേട്ടനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്, ബിന്നി സംസാരിക്കുന്നുണ്ട്, എല്ലാവരും അനീഷേട്ടനെയാണ് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്. നീ ആരടാ എന്നോട് പറയുന്നത്? നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ പറയടാന്നൊക്കെ പറഞ്ഞിട്ട് എടാ പോടാ വാടാ എന്നുള്ള വിളി വേറെ എത്തി ഇവരുടെ ഇടയിൽ. അനീഷേട്ടൻ നല്ല രീതിയിൽ തന്നെ ചൂടാവുന്നുണ്ട്. ഷാനവാസൊക്കെ അവസാനം അവിടെ നിന്ന് ഫുഡ് ഒന്ന് തട്ടിയിട്ട് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത്രയും ഡയലോഗ് അടിച്ചിട്ട് ഇത്രയും പ്രവൃത്തി ചെയ്തിട്ട് നീ ആ ഫുഡല്ലേടെ ഇരുന്ന് കയറ്റണേന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഷാനവാസൊക്കെ പെട്ടെന്ന് ദേഷ്യപ്പെട്ടിട്ട് ആ ഫുഡ് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്, അത് വേറൊരു സത്യമാണ്. അതൊന്നും ഇങ്ങനെ പാത്രം അങ്ങോട്ട് തട്ടിയിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. എന്താണെങ്കിലും ഫുഡ് കഴിച്ചിട്ടാണ് പോകുന്നത്. എന്താണെങ്കിലും അനീഷേട്ടൻ്റെ കൂടെ ആ കട്ട സപ്പോർട്ടുമായിട്ടാണ് ബിഗ് ബോസ് കുടുംബാംഗങ്ങളെല്ലാവരും ഇപ്പോൾ നിൽക്കുന്നത്.